ഈ ചൂട് സമയത്ത് നമുക്കൊരു തണ്ണിമത്തങ്ങ ജ്യൂസ് ഉണ്ടാക്കിയാലോ? ഇതാ തണ്ണിമത്തങ്ങ നമ്മൾ കണ്ടിച്ചെടുക്കുകയാണ്. അതിൻ്റെ തല കണ്ടിച്ച് നമ്മൾ മാറ്റി കണ്ടിച്ചെടുക്കുകയാണ്. കണ്ടിച്ചത് മാറ്റി. ആയി നല്ല കളറുള്ള സാധനമാണ്, മധുരമുണ്ടെന്ന് തോന്നുന്നു. കണ്ടിച്ച് ഒരു പാത്രത്തിലോട്ട് നോക്കുകയാണ്. ചെവിടോട് നമ്മൾ കണ്ടിച്ചു ഇരിക്കാൻ വേണ്ടിയല്ല, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കും. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ കട്ടർ മെഷീൻ എന്താ അതിന് പോവില്ല. കുനുകുനാ നമ്മളൊന്ന് അരിഞ്ഞിട്ട് അങ്ങനെ നമ്മളിങ്ങോട്ട് ഇറക്കി കൊടുക്കുകയാണ്. ചെയ്തു നിമിഷം സംഭവം റെഡിയായി. 4 കിലോളം വരുന്ന തണ്ണിമത്തങ്ങയാണ് നമ്മൾ എടുത്ത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചൂട് സമയത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കുടിക്കുന്നതല്ല. പെപ്സി, കോള ഇങ്ങനെയൊന്നും കുടിക്കാതിരിക്കാൻ ശ്രമിക്കുക. തണ്ണിമത്തങ്ങ മേടിച്ചിട്ട് ജ്യൂസാക്കി കുടിക്കുമ്പോൾ എല്ലാവർക്കും നല്ലതാണ്. അടിപൊളിയായി. ഒരു സമയം എടുത്തെങ്കിൽ ചെറുപ്പായിരിക്കണം. തണ്ണിമത്തങ്ങൻ്റെ പകുതിയോടെ ആയുള്ളൂ. ധൈര്യത്തോട് വിശ്വസിച്ച് കുടിക്കാൻ നമ്മുടെ വീട്ടിലിങ്ങനെ ഉണ്ടാക്കും. ഒരു സമയത്ത് 10-100 രൂപ കൊടുത്ത് തണ്ണിമത്തങ്ങ മേടിക്കുക. വീട്ടിലിരുന്ന് നമുക്ക് ഞാനിതിനകത്ത് കുറച്ചെടുത്ത് മാറ്റിയിട്ട് വീണ്ടും ഒന്ന് അടിക്കുകയാണ്. നമ്മളെല്ലാം കൂടെ വെളിയിൽ പോകില്ല. വേറെ പാത്രം സെറ്റായി. ഐസ്ക്രീം ഒന്ന് തട്ടി പിള്ളേർക്ക് മേടിച്ചിട്ടുണ്ട്. അവർ കണ്ടില്ല, കാണാതെടുത്തൊന്ന് തട്ടി. പിന്നല്ല ഇവിടെ കിടക്കട്ടെ. പിന്നെ ഉണാന്നടി പാത്രത്തിലോട്ട് അതങ്ങനെ ഒഴിക്കാന്നുള്ള യാതൊരു കളറും ഒന്നും ചേർത്തിട്ടില്ല. ഏകദേശം അതിൻ്റെ 3/4 ഭാഗം ആയിട്ടുള്ളൂ. ഇനി അതിനകത്തുണ്ട് സാധനം. അപ്പോൾ നമ്മളൊന്നുകൂടെ മെഷീൻ ഇറക്കിയിട്ട് നമ്മളതിനെ കുഴക്കുന്ന കുഴിക്കുന്നതിൻ്റെ ഒന്നുകൂടെ ഒന്ന് കുഴിക്കുക. അതല്ലേ ഇനി അതിനകത്തുണ്ട്. നമ്മൾ സെറ്റ് ചെയ്ത് ഒരു ട്രിപ്പ് കൂടെ ഒന്ന് കറക്കി നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു. അല്ല, നമ്മൾ ഇറങ്ങട്ടെ അങ്ങോട്ട്. ഒരു ഗ്ലാസോളം പിന്നെ നമുക്ക് കൊടുക്കും. നിമിഷം നേരം കൊണ്ട് പരിപാടി സംഭവം സെറ്റായി. ധൈര്യത്തോടെ നമ്മൾ വീട്ടിൽ
സെറ്റപ്പായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും മറ്റേ പാത്രത്തിലോട്ട് വീണ്ടും ഒഴിക്കണം. സംഭവം സെറ്റപ്പായി. അത് നമ്മൾ ഗ്ലാസ്സിലോട്ട് ഇങ്ങനെ അങ്ങ് ഒഴിച്ച് അളവാക്കിയെടുത്തു. അതുകൊണ്ടും ആ തണ്ണിമത്തങ്ങ അത് ശകലം കൊണ്ടുണ്ട്, അത് നമ്മൾ എടുത്തില്ല. 4 ഗ്ലാസ്. നല്ല അടിപൊളി സാധനമാണ്. പിന്നെ അല്ല പിള്ളേരൊക്കെ നല്ല രുചിയോടുകൂടി അടിച്ചു. ആക്രാന്തം പിടിച്ചു കുടിക്കുമായിരുന്നു. നോക്കി ഉണ്ടോ, പിടിച്ചു വലിക്കുക. ഒരുത്തി ഉണ്ടല്ലേ പിടിച്ചു വലിച്ചു കുടിക്കുന്നു. അടി ഓടി. ഒരുത്തുന്നുണ്ട് ആക്രാന്തം പിടിച്ചു കുടിക്കുന്നു. സൂപ്പറാന്നൊക്കെ പറയുന്നു. ഒരുത്തേണ്ട പറഞ്ഞു പറയിക്കുന്നത് പോലെ ആയിപ്പോയി. എന്തായാലും കൊള്ളാം. ഞാനൊന്ന് കുടിച്ച് നോക്കട്ടെ. സംഭവം അടിപൊളിയാണ്. നിങ്ങളും വീട്ടിലുണ്ടാക്കി കുടിക്കാം ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ബൈ ബൈ.